Welcome to VBY ITI Kalpagancheri official YouTube channel. ഫസ്റ്റ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിലെ സർവേയിങ് എന്ന ടോപ്പിക്കിലെ ചില ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ലിങ്ക് ഇൻ മെട്രിക് ചെയിൻ? ഒരു മെട്രിക് ചെയിനിലെ ഒരു ലിങ്കിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദ്യം. ചെയിൻ സർവേയിങ്ങിലാണ് നമ്മൾ മെട്രിക് ചെയിൻ യൂസ് ചെയ്യുന്നത്. 20 മീറ്റർ ആൻഡ് 30 മീറ്റർ ലെങ്ത്തിലാണ് മെട്രിക് ചെയിൻ അവൈലബിൾ ആയിട്ടുള്ളത്. മെട്രിക് ചെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ലിങ്ക് കണക്ട് ചെയ്തിട്ടാണ്. ഒരു ലിങ്കിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്ററിലുള്ള ലിങ്ക് കണക്ട് ചെയ്തിട്ടാണ് ഒരു മെട്രിക് ചെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 3 സർക്കുലർ റിങ്സ് യൂസ് ചെയ്തിട്ടാണ് ഓരോ ലിങ്കും കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു ലിങ്കിൻ്റെ 2 വശങ്ങളിലും സർക്കുലർ റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 3 സർക്കുലർ റിങ്സ് എന്ന് പറയുമ്പോൾ ഒരു ലിങ്കിൻ്റെ 2 എൻഡിലായിട്ട് 2 റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ മറ്റൊരു റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇരുവശങ്ങളിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള 3 റിങ്സിൽ മിഡിൽ റിങ്ങിൽ നിന്നും ഉള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 20 സെൻറ്റിമീറ്റർ. 2 വശങ്ങളിലും 3 റിങ്സ് ഉണ്ടായിരിക്കും. അതിൽ 2 വശങ്ങളിലും മിഡിലായിട്ട് ഓരോ റിങ്ങുകൾ ഉണ്ടാവും. അവ രണ്ടും തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് 20 സെൻറ്റിമീറ്റർ. ഒരു മെട്രിക് ചെയിനിനെ ഇങ്ങനെ ലിങ്ക്സ് യൂസ് ചെയ്ത് കണക്റ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഫ്ലെക്സിബിലിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം മെട്രിക് ചെയിൻ എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് നമുക്ക് ഫോൾഡ് ചെയ്യാനും സൂക്ഷിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 20 സെൻറ്റിമീറ്ററിലുള്ള ലിങ്ക് ആവുമ്പോൾ അത് നമുക്ക് ആ 20 സെൻറ്റിമീറ്ററുള്ള ഓരോ ലിങ്ക്സ് വെച്ച് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലിങ്ക് ഉപയോഗിച്ച് മെട്രിക് ചെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ ലിങ്ക് ഇൻ മെട്രിക് ചെയിൻ? ആൻഡ് ദ ആൻസർ ഈസ് 20 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സർവേ? സർവേയിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ ഈസ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ജിയോഡറ്റിക് സർവേയുടെ മെയിൻ പ്രിൻസിപ്പിളാണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. എന്താണ് വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് സർവേ ചെയ്യാനുള്ളത് ഒരു ലാർജ് ഏരിയ ആണെങ്കിൽ അതിനെ ലഘൂകരിക്കുന്നതിനെയാണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ലാർജ് ഏരിയയെ ലഘൂകരിച്ച് സർവേ ചെയ്യുന്നത്? വലിയ ഏരിയയിൽ നമ്മൾ കുറച്ച് കൺട്രോൾ പോയിൻറ്റ്സ്, കൺട്രോൾ സ്റ്റേഷൻസ് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് സർവേ ചെയ്യാനുള്ളത് ഇന്ത്യ എന്ന രാജ്യത്തെയാണ്. അപ്പോൾ നമുക്കറിയുന്നതാണ് ഇന്ത്യ ഒരു വലിയ ഏരിയ ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് അളവെടുത്ത് സർവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു വലിയ ഏരിയയെ സർവേ ചെയ്യാനായി അതിന് നമ്മൾ
ചെറിയ ഏരിയകളാക്കി തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ്, അതിനെ നമ്മൾ സംസ്ഥാനങ്ങളായിട്ട് തിരിക്കുകയാണ്. സംസ്ഥാനങ്ങളിലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ് നമ്മൾ കേരളം. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് അളവെടുത്ത് ഏരിയ സർവേ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ വീണ്ടും എന്ത് ചെയ്യാണ്, ജില്ലകളായിട്ട് തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു വലിയ ഏരിയയെ സർവേ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി കൺട്രോൾ പോയിൻറ്റ്സ് തിരഞ്ഞെടുക്കുന്നതിനെ, മെയിൻ കൺട്രോൾ പോയിൻറ്റ്സ് തിരഞ്ഞെടുത്ത് വീണ്ടും ലഘൂകരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് മെട്രിക് ചെയിൻ? മെട്രിക് ചെയിനിൻ്റെ നീളം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മെട്രിക് ചെയിൻ യൂസ് ചെയ്യുന്നത് ചെയിൻ സർവേയിലാണെന്ന് നമ്മൾ മുൻപ് പറഞ്ഞു. 20 മീറ്റർ ആൻഡ് 30 മീറ്റർ എന്നീ അളവുകളിലാണ് മെട്രിക് ചെയിൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു മെട്രിക് ചെയിനിൽ അതിൻ്റെ 2 എൻഡ്സിലായി ബ്രാസ് ഹാൻഡിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബ്രാസ് ഹാൻഡിൽസിൻ്റെ ഔട്ടർ എൻഡ് മുതൽ, ഒരു ബ്രാസ് ഹാൻഡിലിൻ്റെ ഔട്ടർ എൻഡ് മുതൽ അടുത്ത ബ്രാസ് ഹാൻഡിലിൻ്റെ ഔട്ടർ എൻഡ് വരെയാണ് ഒരു മെട്രിക് ചെയിനിൻ്റെ ലെങ്ത്ത്. മെട്രിക് ചെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞു, ലിങ്ക് യൂസ് ചെയ്തിട്ടാണ്. 20 സെൻറ്റിമീറ്റർ ലെങ്ത്തുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ടാണ്. ഓരോ 1 മീറ്റർ ലെങ്ത്തിലും ഒരു റിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനെ പറയുന്ന പേരാണ് ബ്രാസ് റിങ്. എന്തിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്ക് കൗണ്ട് ചെയ്യാൻ, അളവുകൾ തെറ്റിപ്പോവാതിരിക്കാൻ എളുപ്പത്തിനാണ് ഓരോ 1 മീറ്റർ ലെങ്ത്തിലും ഓരോ ബ്രാസ് റിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓരോ 1 മീറ്റർ ലെങ്ത്തും നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 5 മീറ്റർ ലെങ്ത്തിലും ടാലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കൗണ്ട് ചെയ്യുന്നത് എളുപ്പമാകാൻ വേണ്ടി ഒരു 5 മീറ്റർ ലെങ്ത്തിൽ സിംഗിൾ ലീഫ് ടാലിയും 2 5 മീറ്റർ, അതായത് 10 മീറ്റർ ലെങ്ത്തിൽ ഡബിൾ ലീഫ് ടാലിയും 15 മീറ്റർ ലെങ്ത്തിൽ ട്രിപ്പിൾ ലീഫ് ടാലിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. വീണ്ടും 20 മീറ്റർ ലെങ്ത്തിൽ എത്രയാണ്, ഒരു 30 മീറ്റർ ചെയിനിൻ്റെ കാര്യമാണ് പറയുന്നത്. വീണ്ടും 20 മീറ്റർ ലെങ്ത്തിൽ ടാലി പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 ലീഫുള്ള ടാലി അല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെയിനിന് അളവുകളൊന്നും മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അതിന് 0 എൻഡ് ആൻഡ് 30 മീറ്റർ എൻഡ് എന്നില്ല. നമ്മൾ ഏതാണോ 0 ആയി കൗണ്ട് ചെയ്യുന്നത് അതാണ് 0 എൻഡ്. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തു നിന്നും, 2 എൻഡിൽ നിന്നും ഓരോ 5 മീറ്ററിലാവുമ്പോഴാണ് സിംഗിൾ ലീഫ് ടാലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. 2 സൈഡിൽ നിന്നും 10 മീറ്റർ ആകുമ്പോൾ ഡബിൾ ലീഫ് ടാലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 15 മീറ്റർ ആകുന്നത് കറക്റ്റ് സെൻറ്റർ പോയിന്റിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിൾ ലീഫ് ടാലിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അത്രയാണ് ഒരു മെട്രിക് ചെയിനിനെ പറ്റി നമ്മൾ ഓർക്കേണ്ടത്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ടേപ്പ് ഈസ് commonly used for measuring offset?
ചെയിൻ സർവേയിൽ ഓഫ്സെറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടേപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആൻസർ മെറ്റാലിക് ടേപ്പ്. നമുക്കറിയാം ചെയിൻ സർവേയിൽ പലതരം ടേപ്പുകൾ ഉണ്ട്. ക്ലോത്ത് ഓർ ലിനൻ ടേപ്പ്, മെറ്റാലിക് ടേപ്പ്, സ്റ്റീൽ ടേപ്പ് എക്സെട്ര. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റാലിക് ടേപ്പാണ് ഓഫ്സെറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലിനൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് വിത്ത് ഫൈൻ ബ്രാസ് ഓർ കോപ്പർ വയർ. ഇത് 15 മീറ്റർ ലെങ്ത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 30 മീറ്റർ 30 മീറ്റർ ലെങ്ത്തിലും അവൈലബിൾ ആയിട്ടുണ്ട്. 15 മീറ്റർ അഥവാ 50 അടി 50 ഫീറ്റ് ലെങ്ത്തിലും 30 മീറ്റർ അഥവാ 100 അടി 100 ഫീറ്റ് ലെങ്ത്തിലും മെറ്റാലിക് ടേപ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു വശത്ത് സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സിലായിരിക്കും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. മറുവശത്ത് ഫീറ്റ് ആൻഡ് ഇഞ്ചസ്. അത്രയുമാണ് മെറ്റാലിക് ടേപ്പിനെ പറ്റി നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ദ ആൻസർ ഈസ് മെറ്റാലിക് ടേപ്പ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് എറർ ഫോർ 30 മീറ്റർ ചെയിൻ ആസ് പെർ IS? IS അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 30 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ചെയിനിന് എറർ വരാവുന്ന ലിമിറ്റ് എത്രയാണ് എന്നാണ് ചോദ്യം. ഒരു ചെയിനിന് എറേഴ്സ് വരിക എന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുക എന്നാണ്. ഒരു ചെയിനിൻ്റെ ലെങ്ത്ത് വ്യത്യാസപ്പെടുന്നത് പല കാരണങ്ങൾ കൊണ്ടാകാം. ഇൻസ്ട്രുമെൻ്റൽ എറർ, നാച്ചുറൽ എറർ ഓർ പേഴ്സണൽ എറേഴ്സ്. ഇൻസ്ട്രുമെൻ്റൽ എറർ ചെയിനിൽ തന്നെ അതിൻ്റെ റിങ്സുകൾ വലിയുന്നത് കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന എറേഴ്സാണ് ഇൻസ്ട്രുമെൻ്റൽ എറർ. നാച്ചുറൽ എറർ ടെമ്പറേച്ചർ വേരിയേഷൻസ് മൂലമുണ്ടാകുന്ന എറേഴ്സിനെയാണ് നാച്ചുറൽ എറർ എന്ന് പറയുന്നത്. ആൻഡ് പേഴ്സണൽ എറർ സർവേ ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ചെയിൻ കിടക്കാതിരിക്കുമ്പോഴുണ്ടാകുന്ന ആ ചെറിയ പേഴ്സണൽ മിസ്റ്റേക്സ് കൊണ്ടുണ്ടാകുന്നതിനെയാണ് പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു ചെയിനിൻ്റെ ലെങ്ത്തിന് നീളം കൂടുകയോ കുറയുകയോ ചെയ്യാം. അതിൻ്റെ ലിമിറ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം 20 മീറ്റർ ചെയിനിന് ±5 mm വരെയും 30 മീറ്റർ ചെയിനിന് ±8 mm വരെയുമാണ് എറർ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. So the answer is ±8 mm. അടുത്ത ചോദ്യം, what is the direction of magnetic needle always pointing? ഒരു
മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും ഏത് ഡയറക്ഷനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഇങ്ങനൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, മാഗ്നറ്റിക് നീഡിൽ സർവേയിങ്ങിൽ ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാഗ്നറ്റിക് നീഡിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് കോമ്പസ് ആണ്. കോമ്പസ് സർവേയിങ്ങിലാണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ യൂസ് ചെയ്യുന്നത്. കോമ്പസ് സർവേയിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ തന്നെയാണ് ഒരു മാഗ്നറ്റിക് നീഡിൽ ഏത് ഡയറക്ഷനിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കോമ്പസ് സർവേയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ. എന്താണ് കോമ്പസ്? കോമ്പസ് സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് കോമ്പസ്. കോമ്പസ് ഈസ് എ സ്മോൾ ഇൻസ്ട്രുമെൻറ്റ് provided with a magnetic needle as well as a graduated ring also. ഒരു മാഗ്നറ്റിക് നീഡിലും അതിൻ്റെ കൂടെ ഒരു ഗ്രാജുവേറ്റഡ് റിങ്ങും കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് കോമ്പസ്. ഈ മാഗ്നറ്റിക് നീഡിൽ എപ്പോഴും ഒരു മാഗ്നറ്റിക് മെറിഡിയനിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്താണ് മാഗ്നറ്റിക് മെറിഡിയൻ? മാഗ്നറ്റിക് മെറിഡിയൻ എന്താണ് എന്നറിയണമെങ്കിൽ ആദ്യം മെറിഡിയൻ എന്താണ് എന്ന് മനസ്സിലാക്കണം. മെറിഡിയൻ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ഡയറക്ഷനെയാണ്. അതിൽ രണ്ട് ടൈപ്സ് ഓഫ് മെറിഡിയൻസ് ആണ്, ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ട്രൂ മെറിഡിയൻ ഓഫ് എ പ്ലേസ്, നമ്മൾ നിൽക്കുന്ന ആ പ്ലേസിൻ്റെ ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് എർത്തിന് ചുറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സർക്കിൾ ഇമാജിൻ ചെയ്യാണ്. ആ സർക്കിളിൽ എന്ത് ചെയ്യാണ്, ഒരു നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അത് ഏത് ഡയറക്ഷനെയാണോ കാണിക്കുന്നത്, നോർത്ത് സൗത്ത് ഡയറക്ഷൻ, നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്ലേസിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, അതിനെയാണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാഗ്നറ്റിക് മെറിഡിയൻ. Magnetic meridian is the direction indicated by a freely suspended and properly balanced magnetic needle unaffected by local attractive forces is called the magnetic meridian. ഒരു ഫ്രീലി സസ്പെൻഡഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് നീഡിൽ അതിന് ലോക്കൽ അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഒന്നുമില്ലാതെ ഏത് ഡയറക്ഷനാണോ കാണിക്കുന്നത് അതിനെയാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോക്കൽ അട്രാക്റ്റീവ് ഫോഴ്സസ് എന്നാണ് അറിയേണ്ടത്. നമുക്കറിയാം, ഒരു മാഗ്നറ്റ് വച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർത്ത് ഡയറക്ഷനിലാണ് അത് സൂചിപ്പിക്കുന്നുണ്ടായിരിക്കുക, പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് കറക്റ്റ് നോർത്ത് ഡയറക്ഷനിലാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് അവിടെ ഏതെങ്കിലും ഒരു മെറ്റൽ എഫക്റ്റ് ഉണ്ടെങ്കിൽ, മെറ്റാലിക് എഫക്ട്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ലൈൻസ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും ആ മാഗ്നറ്റിന്, ആ ഇലക്ട്രിക് ലൈൻസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിൽവേ ട്രാക്കുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ മാഗ്നറ്റിക് നീഡിൽ വെച്ചിട്ടുള്ളതെങ്കിൽ അത് ആക്ച്വൽ നോർത്ത് ഡയറക്ഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് ഈ റെയിൽവേ ട്രാക്ക് എന്ന് പറയുന്നത് മെറ്റലാണ്, അപ്പോൾ അതിൻ്റെ ഒരു ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ടും അതെന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ആ റെയിൽവേ ട്രാക്കുള്ള ആ ഡയറക്ഷനിലേക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഡീവിയേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനെയാണ്, അത്തരത്തിലുള്ള ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതിനെയാണ് ലോക്കൽ അട്രാക്ഷൻ ഓർ
ലോക്കൽ അട്രാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അങ്ങനെ ലോക്കൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഒന്നും ഇല്ലാതെ ഒരു മാഗ്നറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് അതിനെയാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. മെറിഡിയനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ബെയറിംഗ്. ബെയറിംഗ് of a line is the horizontal angle which a line make with some reference directions, also known as meridian. ബെയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ബെയറിംഗ് എന്ന് പറയുന്നത്. മെറിഡിയൻ 2 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബെയറിങ്ങും 2 ടൈപ്പാണ്, ട്രൂ ബെയറിംഗ് ആൻഡ് മാഗ്നറ്റിക് ബെയറിംഗ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ട്രൂ ബെയറിംഗ് ആൻഡ് മാഗ്നറ്റിക് ബെയറിംഗ്. 2 ടൈപ്സാണ് മെറിഡിയൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. ട്രൂ ബെയറിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ട്രൂ മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ട്രൂ ബെയറിംഗ് എന്ന് പറയുന്നത്. സിമിലർലി ഒരു ലൈൻ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഏതാണോ അതിനെയാണ് മാഗ്നറ്റിക് ബെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് കോമ്പസിൻ്റെ മാഗ്നറ്റിക് നീഡിലിനെ സംബന്ധിച്ച് നമ്മൾ നോട്ട് ചെയ്യേണ്ട ടേംസ് ആൻഡ് പോയിൻറ്റ്സ്. അടുത്ത ചോദ്യം, വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് എ ട്രാവേഴ്സ് സർവേ ഇൻ കോമ്പസ്? കോമ്പസ് സർവേയിൽ ഒരു ട്രാവേഴ്സ് സർവേ പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ട്രാവേഴ്സ് എന്നുള്ളത് അറിയണം. ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ എ നമ്പർ ഓഫ് സർവേ ലൈൻസ്, കുറച്ചധികം സർവേ ലൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ടാവുന്നതിനെയാണ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. സർവേ ലൈൻസ് പരസ്പരം കണക്ട് ചെയ്ത് ഒരു ഫ്രെയിം ഫോം ചെയ്യാണ്, അതിനെയാണ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് 2 ടൈപ്പാണ് ട്രാവേഴ്സ് ഉള്ളത്, ഓപ്പൺ ട്രാവേഴ്സ് ആൻഡ് ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ്. ABCDEA അതാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ള ട്രാവേഴ്സ്. ഇപ്പം എന്താണ് ക്ലോസ്ഡ് ട്രാവേഴ്സ്? എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ പോയിന്റിൽ തന്നെ അവസാനിക്കുകയാണെങ്കിൽ അതിനെയാണ് ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സ്റ്റാർട്ട് ചെയ്യുന്നത് AB എന്ന് പറഞ്ഞിട്ടുള്ള സർവേ ലൈനാണ്. AB എന്ന സർവേ ലൈനിൻ്റെ എൻഡിൽ നിന്ന് BC എന്ന സർവേ ലൈനാണ് അടുത്തത്. അങ്ങനെ ഓരോ സർവേ ലൈൻസും കണക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. AB, BC, CD, DE, അറ്റ് ലാസ്റ്റ് EA. എൻഡ് ചെയ്തിട്ടുള്ളത് വീണ്ടും എയിൽ തന്നെയാണ്. അങ്ങനെ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഇൻ കേസ് EA എന്നുള്ള ആ ഒരു സർവേ ലൈൻ ഇല്ല എന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഓപ്പൺ ട്രാവേഴ്സ് ആയിരിക്കും. അപ്പം അത്രയാണ് ക്ലോസ്ഡ് ആൻഡ് ഓപ്പൺ ട്രാവേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി ഏത് മെത്തേഡാണ് ഇങ്ങനെ ഒരു ട്രാവേഴ്സ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മൾ കോമ്പസ് സർവേയിൽ യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം, ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ട് നമ്മൾ
മെഷർ ചെയ്യുന്നത് ബെയറിംഗ് ആണ്. ഇപ്പം എന്താണ് ബെയറിംഗ്? നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റെഫറൻസ് ഡയറക്ഷനുമായിട്ട് ഒരു ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ബെയറിംഗ് എന്ന് പറയുന്നത്. ഈ ഫിഗറിനകത്ത് നോർത്ത് ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടുള്ള എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്. എ ബി എന്നുള്ള ലൈനിലേക്ക് നോർത്തിൽ നിന്നും മെഷർ ചെയ്യുന്ന ആ ഒരു ആംഗിളിനെയാണ് ബെയറിംഗ് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് നോർത്ത് ഡയറക്ഷനിൽ നിന്നും എ ഇ എന്ന സർവേ ലൈനിലേക്ക് മെഷർ ചെയ്യുന്ന ബെയറിങ്ങും ഉണ്ടായിരിക്കും. ഞാൻ നോർത്തിനെ എൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ ബെയറിംഗ് എങ്ങനെ വരും? എൻ എ ബി ആൻഡ് എൻ എ ഇ, അങ്ങനെ രണ്ട് ബെയറിംഗ് ആണ് നമുക്ക് കിട്ടുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു ആംഗിൾ കിട്ടും. ബി എ ഇ എന്നുള്ള ആംഗിൾ നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? എൻ എ ഇ മൈനസ് എൻ എ ബി എന്നുള്ള ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ ബി എ ഇ എന്നുള്ള ആ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് ട്രാവേഴ്സിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള ആംഗിളാണ്. സിമിലർലി നമ്മളിപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നോർത്ത് ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പോയിന്റ്സിലും നോർത്ത് ഡയറക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടും. ആ ബെയറിങ്ങിനകത്തുള്ള എല്ലാ ഇൻക്ലൂഡഡ് ആംഗിൾസുമാണ് നമുക്ക് കിട്ടുന്നത്. അതുതന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്ലോട്ടിംഗ് എ ട്രാവേഴ്സ് സർവേ ഇൻ കോമ്പസ്? The answer is included angle. അടുത്ത ചോദ്യം, what is the compass with the graduations are marked as south with 0 degree and north with 180 degree? ഏത് കോമ്പസിലാണ് സൗത്തിൽ 0 ഡിഗ്രിയും നോർത്തിൽ 180 ഡിഗ്രിയുമായിട്ട് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇങ്ങനൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കോമ്പസ് സർവേയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പസ്? ഫസ്റ്റ് വൺ prismatic compass and the next one surveyor's compass. സർവേയേഴ്സ് കോമ്പസും പ്രിസ്മാറ്റിക് കോമ്പസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതിലെ മെയിൻ ഡിഫറൻസ് തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു സർവേയേഴ്സ് കോമ്പസിൻ്റെ ഫിഗറാണ്. സർവേയേഴ്സ് കോമ്പസിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതുപോലെയായിരിക്കും. അപ്പോൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ 0 ഡിഗ്രിയാണ്, അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിൽ 90 ഡിഗ്രിയാണ് കാണിച്ചിട്ടുള്ളത്. ഒരു സർവേയേഴ്സ് കോമ്പസിൽ നമുക്ക് 0 to 90 ഡിഗ്രി വരെ മാത്രമാണ് ഗ്രാജുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നോർത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്തിൽ നിന്നോ ടുവേർഡ്സ് ഈസ്റ്റ് ഓർ വെസ്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതിനെയാണ് നമ്മൾ ക്വാഡ്രൻ്റൽ ബെയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്വാഡ്രൻ്റൽ ബെയറിംഗ് സിസ്റ്റത്തിൽ അതുകൊണ്ട് തന്നെ 0 to 90 ഡിഗ്രി വരെയാണ് മെഷർമെൻറ്റ്സ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മൾ സർവേയേഴ്സ് കോമ്പസിൽ യൂസ് ചെയ്യുന്നത്. ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൽ എങ്ങനെയാണ് ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. 0 ഡിഗ്രി അറ്റ് സൗത്ത്, 90 ഡിഗ്രി അറ്റ് വെസ്റ്റ്, 180 ഡിഗ്രി അറ്റ് നോർത്ത് ആൻഡ് 270 ഡിഗ്രി അറ്റ് ഈസ്റ്റ്. എഗെയിൻ 360 ഡിഗ്രി നമ്മൾ സൗത്തിൽ വീണ്ടും കൺസിഡർ ചെയ്യും.
അപ്പോൾ നമുക്കറിയാം 0 to 360 ഡിഗ്രി വരെ ആണ് പ്രിസ്മാറ്റിക് കോമ്പസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ആംഗിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവേയേഴ്സ് കോമ്പസിൽ 0 to 90 ഡിഗ്രി വരെയാണ്. ആ മെത്തേഡിനെ പറയുന്നതാണ് ക്യൂബി ഓർ ക്വാഡ്രൻ്റൽ ബെയറിംഗ് സിസ്റ്റം. ഇവിടെ പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 to 360 ഡിഗ്രി വരെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അതിന് പറയുന്ന പേരാണ് WCB സിസ്റ്റം ഓർ ഹോൾ സർക്കിൾ ബെയറിംഗ് സിസ്റ്റം. ഇതാണ് സർവേയേഴ്സ് ആൻഡ് പ്രിസ്മാറ്റിക് കോമ്പസ് തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. സൗത്ത് ഡയറക്ഷനിൽ 0യും നോർത്ത് ഡയറക്ഷനിൽ 180യും മാർക്ക് ചെയ്തിട്ടുള്ള കോമ്പസ് ഏതാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് പ്രിസ്മാറ്റിക് കോമ്പസ്. പ്രിസ്മാറ്റിക് കോമ്പസും സർവേയേഴ്സ് കോമ്പസും തമ്മിലുള്ള ബാക്കി ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ നീഡിലിൻ്റെ പ്രത്യേകതയാണ്. മാഗ്നറ്റിക് നീഡിൽ പ്രിസ്മാറ്റിക് കോമ്പസിൽ ബ്രോഡ് ടൈപ്പ് ആയിരിക്കും. കുറച്ച് വീതി കൂടിയ ടൈപ്പ് ആയിരിക്കും പ്രിസ്മാറ്റിക് കോമ്പസിൽ ഉണ്ടായിരിക്കുക. സർവേയേഴ്സ് കോമ്പസിൽ അത് എഡ്ജ് ബാർ ടൈപ്പ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഗ്രാജുവേറ്റഡ് റിംഗ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ ഗ്രാജുവേറ്റഡ് റിംഗ് നീഡിലുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഫ്രീലി ഫ്ലോട്ടഡ് നീഡിലായതുകൊണ്ട് തന്നെ ഗ്രാജുവേറ്റഡ് റിങ്ങും ഫ്രീലി ഫ്ലോട്ടഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈൻ ഓഫ് സൈറ്റിനനുസരിച്ച് ഗ്രാജുവേറ്റഡ് റിംഗ് റൊട്ടേറ്റ് ചെയ്യില്ല. പക്ഷേ സർവേയേഴ്സ് കോമ്പസിൽ ഗ്രാജുവേറ്റഡ് റിംഗ് ബോക്സുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, നീഡിലുമായിട്ടല്ല. അതുകൊണ്ട് തന്നെ ലൈൻ ഓഫ് സൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാജുവേറ്റഡ് റിങ്ങും. നെക്സ്റ്റ് വൺ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഒരു പ്രിസം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. സൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ക്യാൻ ബി ഡൺ സൈമൾട്ടേനിയസ്ലി ഫ്രം വൺ പൊസിഷൻ ഓഫ് ദ ഒബ്സർവർ. നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റീഡിങ്ങും എടുക്കാൻ സാധിക്കും, ഈ പ്രിസം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. പക്ഷെ സർവേയേഴ്സ് കോമ്പസിൽ ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ കോമ്പസിൻ്റെ മുകളിലൂടെ ആ ഗ്ലാസ്സിലൂടെ വേണം എന്ത് ചെയ്യാനായിട്ട്, മെഷർമെൻ്റ് എടുക്കാൻ. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണ് പ്രിസ്മാറ്റിക് കോമ്പസ് ആൻഡ് സർവേയേഴ്സ് കോമ്പസ് തമ്മിലുള്ള ഡിഫറൻസ്. Prepare well for the examination and thank you for watching this video.